ബ്യൂട്ടി ഓഫ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 14 ഡേയ്സ് ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ആണെന്നല്ലേ. ഞാൻ നമ്മുടെ ചലഞ്ചസ് എങ്ങനെയൊക്കെ ചെയ്തു, എത്രമാത്രം ചെയ്തു എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഡേ 1 ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ചലഞ്ച് എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ നമുക്ക് മോർണിംഗ് ടൈമിലോ നൈറ്റ് ടൈമിലോ ഈവനിങ് ടൈമിലോ ഒക്കെ നമുക്ക് ചെയ്യാം. ഞാൻ ചൂസ് ചെയ്തത് മോർണിംഗ് ടൈമാണ്. 20 മിനിറ്റ്സ് മെഡിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. സോ ഗ്രേറ്റ്ഫുൾ. ഈ ഒരു ചലഞ്ച് വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നത്തേക്കാളും കുറച്ച് നേരത്തെ എനിക്കിന്ന് എഴുന്നേൽക്കേണ്ടി വന്നു. എങ്കിലും അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തോന്നി. ഞാൻ മുന്നേ മെഡിറ്റേഷൻ ഇടയ്ക്കൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എന്തോ രാവിലെ എനിക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്തു. ചലഞ്ച് നമ്പർ 2.5 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിലെടുത്തു. 1 ലിറ്റർ വെള്ളം ഉച്ചവരെയും പിന്നീട് 1 ലിറ്റർ വെള്ളം ഒരു 5 മണിക്കകവും പിന്നെ എൻ്റെ ടാർഗറ്റ് 7 മണിക്കുള്ളിലും കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രൂട്ട് ചലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ബനാനയാണ് ഇന്നെടുത്തത്. മിനിമം ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കണം എന്നാണ്. കുഞ്ഞു പഴമായതുകൊണ്ട് തന്നെ ഞാനൊരു 3 എണ്ണം കഴിച്ചു കേട്ടോ. അറ്റ് എ ടൈം അല്ല, പലപ്പോഴായിട്ട്. ഫസ്റ്റ് ബോട്ടിൽ വെള്ളം എനിക്ക് 12:30 ആയപ്പോൾ ഫിനിഷ് ചെയ്യാൻ സാധിച്ചു കേട്ടോ. പിന്നീട് വീണ്ടും ബോട്ടിൽ നിറച്ച് എടുത്തിട്ടുണ്ട്. അടുത്തത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആയിരുന്നു. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഞാൻ സമയം മാറ്റി വെച്ചു കേട്ടോ. How can I do that? What do you mean by narrating? I mean, you can talk to yourself or to someone else about what you are doing, what you see, what you feel, and what you think. ഓരോരോ ചലഞ്ചസിനും പ്രത്യേകമായിട്ട് സമയം എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചലഞ്ചസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഇംഗ്ലീഷ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു വീഡിയോ കേൾക്കുകയാണല്ലോ, അതിനോടൊപ്പം തന്നെ സ്കിൻ കെയർ കൂടെ ചെയ്തു കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ട് മാത്രമല്ല കേട്ടോ. നമുക്ക് കുറച്ച് വൊക്കാബുലറീസ് ആഡ് ചെയ്യാം, മറ്റെന്തെങ്കിലും സ്റ്റോറീസ് കൂടെ കേൾക്കാം. പിന്നീട് വലിയൊരു ടെക്നിക്കുണ്ട്. നമ്മൾ എന്തെങ്കിലും സ്വന്തമായിട്ട് തന്നെ തിങ്ക് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഇന്ന് നടന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലൊന്ന് ആലോചിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഹെയർ കെയർ ആണ് കേട്ടോ മറ്റൊരു ചലഞ്ച്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ സ്റ്റെപ്സ് ഒന്നും ഇന്ന് യൂസ് ചെയ്തില്ല. സാധാരണ പാരച്യൂട്ടിൻ്റെ എണ്ണയാണ് തലയിലേക്ക് ജസ്റ്റ് അത് വെച്ച് മസാജ് ചെയ്തു. 10 മിനിറ്റ്സ് ജെൻ്റലി ഒരു മസാജ് കൊടുത്തു. ഇപ്പോൾ തന്നെ എൻ്റെ 4:15 ആയപ്പോൾ രണ്ടാമത്തെ ബോട്ടിൽ വെള്ളവും കഴിഞ്ഞു. പിന്നെ ഒരു 15 മിനിറ്റ്സ് വാക്കിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പുറത്തൊന്നും പോയി നടക്കാനൊരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ 15 മിനിറ്റ് അലാം സെറ്റ് ചെയ്തിട്ട് നടന്നു. കുഞ്ഞുങ്ങളോടൊപ്പം ചിലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് സമയം ഇന്ന് കണ്ടെത്തി കേട്ടോ. അവരൊക്കെ ഒപ്പം കളിച്ചു, അതുപോലെ ഒരു ആക്ടിവിറ്റിയൊക്കെ ചെയ്യാൻ കൂടി. ഇങ്ങനെയൊക്കെ ഇന്ന് സമയം കണ്ടെത്തി തന്നെ ചിലവഴിച്ചു. മറ്റൊരു ടാസ്ക് ന്യൂസ് കേൾക്കുക എന്നുള്ളതായിരുന്നു അല്ലേ. ഇന്ന് അതും നടന്നു കേട്ടോ. അറ്റ് ലാസ്റ്റ് ഞാൻ എൻ്റെ എല്ലാ ടാസ്കുകളും ഇന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ഗോളും ഇന്ന് ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി 13 ദിവസങ്ങളിലും ഇത് നടക്കണം. ഓക്കെ, അങ്ങനെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ള ഫസ്റ്റ് ഡേയിലെ എല്ലാ അപ്ഡേറ്റും ഞാൻ മാർക്ക് ചെയ്യാണ്. എല്ലാം ഇന്ന് ടിക്ക് വന്നിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിലും ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.